ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ളതുമായ പുരാതനവും വളരെയേറെ ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമായ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിൽ 2024 മാർച്ച് 8 നടന്ന 36ാമത് മഹാരുദ്ര യജ്ഞത്തിൻ്റെ പരിസമാപ്തി ദിനവും മഹാശിവരാത്രിയുമായ ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന മഹാരുദ്ര യജ്ഞത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഭക്തി പുരസ്സരം ഈ വീഡിയോ ഭക്ത മനസ്സുകളിലേക്ക് പ്രതിഷ്ഠിച്ചു കൊള്ളുന്നു. ഈ വീഡിയോ കാണുന്ന ഏതൊരു ഭക്തർക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്നും അതുവഴി ഈ ക്ഷേത്ര ദർശനം നടത്തി സായുജ്യം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ഭഗവത് നാമരൂപത്തിൽ എഴുതി അറിയിക്കുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. തിരുവനന്തപുരത്തെ പുതിയൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മഹാരുദ്രഹോമം കഴിഞ്ഞ് അടുത്തത് 10ാമത്തെ ആവർത്തി മഹാരുദ്രഹോമം. 11ാമത്തെ ആവർത്തിയോടുകൂടി ഈ ഏകോന്ന സപ്തതി പ്രകാരം നടന്നു വരുന്ന മഹാരുദ്രഹോമത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ ശേഷം ചമക ഹോമവും വസുർധാര ഹോമം, പൂർണ്ണാഹുതി, ദീപാരാധന മുതലായ മഹാകർമ്മങ്ങൾ ഇവിടെ നടക്കുന്നതാണ്. ഈ മഹാരുദ്ര ഹോമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ നെയ് വഴിപാടായി ക്ഷേത്രക്കോട്ടിൽ നിന്ന് മേടിച്ച് ഇവിടെ ഏൽപ്പിക്കാവുന്നതാണ്. ഈ മഹാരുദ്ര ഹോമം കഴിഞ്ഞാൽ ഉടനെ തന്നെ മഹായജ്ഞം ഇവിടെ നടക്കുന്നതാണ്. ഇനി അടുത്തത് 11ാമത്തെ ആവർത്തി. 11ാമത്തെ ആവർത്തി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരുദ്ര ഹോമം ഇവിടെ പര്യവസാനിക്കുന്നതാണ്. മഹാരുദ്ര ഹോമം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചമക ഹോമം, വസുർധാര ഹോമം, പൂർണ്ണാഹുതി, ദീപാരാധന മുതലായ മഹാകർമ്മങ്ങൾ ഇവിടെ
നടക്കുന്നതാണ്. ഇതിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിൽ താല്പര്യപ്പെടുന്നു. Yogi
पंजाबी चमे पंजाबी चमे ध्रुवत्सच मे ध्रुवत्साच मे दुर्यवाच मे दुर्योगीत मे भट्टवाच मे भट्टौगीत मौक्षाच मे वशाच मे धरच मे देहच मे नट्वाच मे धेनुच मे आयुर्यज्ञेन कल्पदायनश्च अन्द्यश्च भुवनश्च भुवनश्च दिवलिश्च सुसदृशगं सुप्रदेगं विश्वन्तकं अव्यवाहं स्वस्तव्रततत्तानि विश्वा मनमते सोमा पकं सोमत्कृतभिः सुप्रतर्भो विश्वापरिपूरस्तु यज्ञं अग्निमीले पुरोहितं यज्ञस्य देवमृत्युजं होरारं रत्नदादामम् आर्द्रसिकेदति यदा विश्वे सजोषातः गाये सुगम्येशाय मेष्ये नृभ्यो नारिभ्यो गवे अस्मिन्धो वाजे प्रजा यास्ते प्रजामृतस्य परस्मिन् भामनस्य मूर्धाना वावो विवादः सप्तरिवय सप्तदाम प्रियाणि सप्तहोत्रा सप्तदास्वा यजन्ति सप्तयोनिनामस्वापृथिवेन स्वाहा अग्रे सप्तपदैतनमः मध्यमात्रमुत्रतो निधाय रायचित्तं प्राणायाम वसोदारा होमकर्मी अस्मात् नान्यपदादावाय ब्रह्माणं दातारं प्रतिष्ठापयामि ब्रह्मापरमोजाः देवत्वमिदप्राधावि प्रतिजलमित्र वर्धयन्तः शतञ्जीवेम करदस्वीराः ॐ साञ्जयमेत्याय जने इमान् जनदागं सङ्गृह्णानीति द्वादशवर्षीरतना भवति संवत्सरमेवावरुन्धे भवति ऊर्जमेवावरुन्धे यथा नक्षत्रं भवति चित्रं वा येन कर्म यदा नक्षत्रे कन्या राजो जातस्य शङ्करसुब्रह्मण्य कर्मणः यजमानतकुटुम्बस्य आयुरारोग्यैश्वर्याणाभिवृद्धिश्च महादेवादीनां कृपाकटाक्षसिद्धिश्च तद्वारा अस्मिन् देशदेवतानां स्वानन्दरी विराजित हरिलक्ष्मी समेत अनन्तपद्मनाभ स्वामी प्रसादसिद्धिश्च कृपाकटाक्षसिद्धिश्च उत्तरोत्तरं श्रेयो अभिवृद्धिश्च पूजादिति भवन्तो अनुगृह्णन्तु വാണില്ലേ
നമസ്തേ സജ്ജനങ്ങളെ, തിരുവനന്തപുരത്ത് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഈ വർഷം നടന്ന മഹാരുദ്ര യജ്ഞത്തെക്കുറിച്ച് യജ്ഞാചാര്യനും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും നമ്മളോടൊപ്പം സംസാരിക്കുന്നു. ഇത് മിത്രാനന്തപുരം എന്ന പേര് വരാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിത്രാനന്തപുരം ക്ഷേത്രത്തിന് തിരുവനന്തപുരത്തുള്ള പരമാവധി എല്ലാ ക്ഷേത്രത്തിലും വെച്ച് ഈ തിരുവനന്തപുരത്തുള്ള രണ്ട് ക്ഷേത്രമാണ് ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന സമുദ്ര ലെവലിൽ നിന്ന് താഴോട്ട്, സമുദ്രത്തിൻ്റെ തീരമുണ്ടല്ലോ, ആ സമുദ്ര തീരത്ത് നിന്ന് താഴോട്ടാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ശിവനെ പ്രതിഷ്ഠ ചെയ്തപ്പോൾ ആ ശിവന് ധാര വയ്ക്കാൻ വേണ്ടിയിട്ട് വരാഹമൂർത്തി അവതാരമെടുത്ത് വരാഹ രൂപമെടുത്ത് ആ ജലത്തിന് വേണ്ടി എടുത്ത ഈ തീർത്ഥമാണ് അഗസ്ത്യ തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് അഗസ്ത്യ തീർത്ഥം എന്നാണ് പേര്. അത് വരാഹ തീർത്ഥം എന്നാണ് പേര്. വരാഹ തീർത്ഥത്തിന് എന്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ തന്നെ ഏരിയയിൽ ഏറ്റവും വലിയ കുളം എന്ന് പറഞ്ഞാൽ പുഷ്കരണി എന്ന് നമ്മൾ സംസ്കൃതത്തിൽ വരും. ആ പുഷ്കരണിക്ക് ഏറ്റവും വലിയ പുഷ്കരണി വരാഹ തീർത്ഥമാണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ വരാഹമൂർത്തി ഇവിടെ വന്ന് ഭഗവാന് ധാര വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ അഗസ്ത്യ തീർത്ഥമാണ്. ഈ ധാര ഈ ക്ഷേത്രത്തിന് വീണ്ടും അതിൻ്റെ പ്രത്യേകത മാറിപ്പോയി. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി ലെവലിൽ നിന്ന് താന്നാണ് ഇരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചെന്ന് കണ്ടാൽ അറിയാം, ഈ വരാഹമൂർത്തി ക്ഷേത്രവും ഈ മിത്രാനന്തപുര ക്ഷേത്രവും ഒരേ സമ ലെവലിലാണ് ഇരിക്കുന്നത്, സമമായിട്ടാണ് ഇരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിക്ക് താഴെ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച് ഈ ഭൂമിയെ വരാഹമൂർത്തി താങ്ങുന്നതായിട്ടാണ് സങ്കല്പം. അതാണ് ഈ ക്ഷേത്രവും ഇതേ ക്ഷേത്രവും പടിയിറങ്ങി വരണം, റോഡ് ലെവലിൽ നിന്ന് താഴോട്ടാണ്. അതുകൊണ്ട് ഇത്രയും വർഷമായി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു 36 കൊല്ലം കൊണ്ട് ഇവിടെ ഈ പ്രസ്തുത യജ്ഞം നടക്കുകയാണ്. ഇന്ന് വരെ തിരുവനന്തപുരത്ത് എത്രയോ അധികം പേമാരികൾ വന്നിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് ജലം പോലും ഇതിനകത്ത് കിട്ടത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതി. ഇവിടെ ഒരു യാഗം നടക്കുകയുണ്ടായി. അപ്പോൾ ഋഷിമാരെല്ലാം ഇവിടെ യാഗം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇതിനൊരു ആഹുതി കൊടുക്കും. ഈ വസോർധാര ചെയ്യുന്നതിന് മുമ്പ് ഒരു ആഹുതി കൊടുക്കും. അഗ്നാ വിഷ്ണു സജോഷ സേമാവർത്തന്തു ഭാങ്കിരഹ ധുന്മൈർവാജേബിരാഗതം എന്നൊരു ആഹുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മാ വിഷ്ണു പരമേശ്വരന്മാർ പ്രത്യക്ഷമായി ഈ യാഗത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിട്ടാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. അതുപോലെ ഋഷിമാർ യാഗം ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇവിടെ യാഗത്തിൽ പങ്കാളികളായ സമയത്ത് മിത്രൻ ആനന്ദം വന്നതുകൊണ്ടാണ് ഈ മിത്രാനന്തപുരം എന്ന് പറഞ്ഞു. ആ മിത്രാനന്തപുരത്തിൽ ഇതിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഏകദേശം പണ്ട് നമ്മൾ ആദ്യം 87 ഈ സംരംഭം തുടങ്ങുന്നത്. 87 തുടങ്ങി. ഇത് 36ാമത്തെ മഹാരുദ്രമാണ്. 36ാമത്തെ ഒരു മഹാരുദ്രം എന്ന് പറഞ്ഞാൽ 11 പേര് 11 ദിവസം 11 ആവർത്തി വീതം ജപിക്കുന്ന സമയത്ത് 11 പേര് ഒരു ദിവസം 11 × 11 121 ആവർത്തി വെച്ച് 11 ദിവസം ജപിച്ചിട്ട് അതിനെ ഹോമം ചെയ്യുന്നതാണ് മഹാരുദ്രം. അങ്ങനെ ഇവിടെ 36ാമത്തെ മഹാരുദ്രമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ കണക്ക് പറഞ്ഞാൽ 36. 2003 ഇവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മഹാരുദ്രം 2003 ജനുവരി 17-ാം തീയതി തുടങ്ങി ആ ശിവരാത്രി വരെ 44 ദിവസം
കണ്ടിന്യൂസ് ആയിട്ട് വിച്ഛിന്നമായിട്ട് ഈ മഹാരുദ്രം നടത്തുകയുണ്ടായി 2003. അപ്പോൾ അത് കണക്കാക്കിയാണെങ്കിൽ അതിലൊരു 4 മഹാരുദ്രം, അപ്പോൾ 36 4 40 മഹാരുദ്രത്തോളമായി. ഒരു മഹാരുദ്രം എന്ന് പറഞ്ഞാൽ 11 മഹാരുദ്രമായ ഒരു അതിരുദ്രമായി. അപ്പോൾ ഇത് നമ്മൾ 3 അതിരുദ്രം കടന്നു നിൽക്കുകയാണ്. 11 3 33. അപ്പോൾ 44 ആകുന്ന സമയത്ത് 4 മഹാരുദ്രമാവും, 4 അതിരുദ്രമാവും. അപ്പോൾ ഇതങ്ങനെ പിന്നെ വിച്ഛിന്നമായിട്ട് എന്ത് കാര്യം വന്നാലും ഇവിടെ നമുക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഈ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രഷർ ഇത് വരും. അതുപോലെ നമുക്ക് ഈ ശിവരാത്രി ആകുന്ന സമയത്ത് നമുക്കൊരു വെപ്രാളമാണ്. ഭഗവാനെ ഇവിടെ നടത്തി തരണമല്ലോ. നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഭഗവാനെ ഇത്രയും കാലം നിൻ്റെ മുമ്പിൽ നമ്മൾ ഈ യജ്ഞം ചെയ്തു, മേലിലും നമ്മുടെ ആയുസിരിക്കുന്നത് വരെ അതിൽ നിന്നും നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അത്രയ്ക്കും അഭീഷ്ടദായകനാണ്. ഇവിടെ ഒരു കാര്യം നടത്തിയിട്ട് നമ്മൾ നേർച്ച നേർന്നിട്ട് ഇവിടെ നിന്ന് പോകണം. ഭഗവാനെ നീ ഒന്ന് നിൻ്റെ കാര്യം സാധിച്ചതാന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് തന്നെ വിഘ്നം ഉണ്ടായാലും അത് നടക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുറപ്പെടാ ശാന്തികളുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമിക്ക് രണ്ട് വിധത്തിലുള്ള പൂജാരികളുണ്ട്. ഒന്ന് അക്കരെ ദേശിയും ഇക്കരെ ദേശിയും. ഈ അക്കരെ ദേശി എന്ന് പറഞ്ഞാൽ കർണാടക കൊക്കട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഒരു മാധ്വാ തുളു. ഇനിയൊന്ന് ഇക്കരെ ദേശി കാഞ്ഞങ്ങാട് ആ ഭാഗത്തുനിന്ന് മലയാളം. അപ്പോൾ ഇവർ 2 പേരുമാണ് പത്മനാഭനെ മാറി മാറി പൂജിക്കുന്നത്. അവർക്ക് ഓരോരിക്കും ഓരോ മുറയുണ്ട്. ആ മുറയിൽ വരുന്ന ആ പുറപ്പെടാ ശാന്തികൾ അവർക്ക് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരനെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അത് ഇന്നും ഒരു ഭംഗങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നടന്നു വരുന്നു. ദേവസ്വം ബോർഡ് ആയിരുന്നാൽ പോലും സംഭവം നടന്നു വരുന്നു. അതിൽ യാതൊരു ഭഗവാന് യാതൊരു കാര്യവും മുടക്കമില്ല. എന്ത് കാര്യമായിട്ടും നടക്കും. നമ്മൾ ഈ 11 ദിവസം ഈ ചെയ്ത മഹാരുദ്രം, ആ മഹാരുദ്രത്തിൽ എന്ന് പറഞ്ഞാൽ 11, 2, 13 രുദ്രേകാദശി എന്ന് പറയും. ഒരു രുദ്രയാശി എന്ന് പറഞ്ഞാൽ 11 പേര് 11 പ്രാവശ്യം ജപിക്കുന്നതാണ് ഒരു രുദ്രയാശി. ഇപ്രാവശ്യം 13 രുദ്രയാശി നടന്നു. ആ രുദ്രയാശിയുടെ ഒരു ജപിച്ചതിൻ്റെ 1 ഹോമം ചെയ്യണം. അതാണ് നമ്മൾ ഈ ശതരുദ്രിയം ഹോമം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ശതരുദ്രിയ ഹോമം എല്ലാം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പ്രീതിപ്പെടും. ആ പ്രീതിപ്പെടുമ്പോൾ ഭഗവാനോട് എന്ത് വരം ചോദിക്കണം നമുക്ക് ചിലപ്പോൾ മറന്നുപോകും. അപ്പോൾ അതിനുവേണ്ടി വേദം തന്നെ ചിട്ടപ്പെടുത്തിയതാണ് ഈ ചമകം എന്ന് പറയുന്നത്. ആ ചമകത്തിൽ 371 വാക്കുകളാണുള്ളത്. 372 370 അതായത് ഈ ഭൂപ്രപഞ്ചത്തിൽ ഒരു മനുഷ്യ രാശിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചമഹം എന്ന് പറഞ്ഞ മന്ത്രത്തിൽ ചമേ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നാണ് അർത്ഥം. ചമേ ദീർഘായുത്വം ചമേ സൂഷാചമേ സുദിനഞ്ചമേ. സൂഷാചമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുകയാണ്, അത് നമ്മൾ ആയുസോടുകൂടി എഴിച്ചാലാണ് അത് സൂഷാചമേ. എഴിച്ചാലല്ലേ ആ ഉഷസ്സിനെ നോക്കാൻ പറ്റുള്ളൂ. കിടക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ സുദിനഞ്ചമേ, നല്ല ദിനമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം വേദത്തിൽ വരികയാണ്. അതിൽ പറയുന്നത് വാക്ചമേ എന്ന് പറയുന്നുണ്ട്. അസ്മാചമേ കല്ല് വേണം, മൃത്തികാചമേ ഭൂമി വേണം. ഇതെല്ലാം നമ്മൾ ഭഗവാനോട് ചോദിക്കണം. ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് ശതരുദ്ര്യത്തിൽ ഹോമം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയണേ? ആ മൂന്ന് ആഹുതിയുണ്ട്. ആ 3 ആഹുതിയിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം. ഏ രുദ്ര, ഭഗവാനെ ഏ രുദ്ര, ഈ ഭൂമിയിലുള്ള പൃഥിവി എന്ന് പറഞ്ഞാൽ ഭൂമി. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം, ഈ ഭൂമിയിലുള്ള ഏ ഷാമന്നമിഴവ, നമ്മൾ കഴിക്കുന്ന ആഹാരം അതിലുള്ള വിഷം. ഏ ഷാമന്നമിഴവ, ആ വിഷം മാറ്റി തരണം. അത് നിനക്കേ സാധിക്കുള്ളൂ. ആ ആഹാരം മാത്രം കഴിച്ചാൽ മതിയോ? അത് നമോ രുദ്രേഭ്യോ ഏന്തരിക്ഷേ, ഈ അന്തരീക്ഷത്തിലുള്ള വായു അതിനെ ശുദ്ധിച്ചു തരണം. യേഷാം വാത ഇഷവ, അതാണ് വാധ എന്ന് പറഞ്ഞത് സംസ്കൃത വാക്കാണ്. അതാണ് ട്രെയിനിലൊക്കെ വാതാനുകൂലിത് AC ആണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള വായുവിനെയും ശുദ്ധിച്ചു തരണം. പിന്നെ അടുത്തെന്ത് പറയണേ? നമോ രുക്ഷേഭ്യോ യേ ദിവി ഏഷാം വർഷമിഷവ. വർഷം എന്ന് പറഞ്ഞാൽ കാലമല്ല, മഴ. ആ മഴ പെയ്യുന്നത് എങ്ങനെ പെയ്യണം? നല്ല ശമനമായിട്ട്. അത് ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ
2.5 കുടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? അത് പേമാരിയല്ലേ. അപ്പം അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും കുളിർമ കൊടുക്കുന്ന രീതിയിൽ നീ തന്നെ ചെയ്തു തരണം. ഇതേപോലെ പല പല യാഗങ്ങളും ഇവിടെ വിച്ഛിന്നമായിട്ട് നടക്കുന്നത് കൊണ്ടും നമ്മുടെ ശ്രീപത്മനാഭൻ, ശാനന്ദപുരി വിരാജിത ശ്രീപത്മനാഭൻ, തെക്ക് തലയും വടക്ക് കാലും വെച്ച് ഹരിലക്ഷ്മി സമേതനായിട്ട് കിടക്കുന്ന ഈ പത്മനാഭൻ 18 അടിക്ക് നമ്മളെ സംരക്ഷിച്ചു കൊള്ളുന്നു. ഒരു നാച്ചുറൽ കലാമിറ്റീസും നമുക്ക് വരാതെ ആ ഭഗവാൻ സംരക്ഷിച്ചു കൊള്ളുന്നു. ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറയണം? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഭഗവാനെ എൻ്റെ അയൽക്കാരനെ കൂടെ എനിക്ക് അവനും കൂടെ നല്ലത് വരട്ടെ, അവൻ നമ്മളെ ശത്രുവായിരിക്കും, അവനും കൂടെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെത്താനേ നല്ലത് വരും. അപ്പോൾ ഇതേപോലെ ഈ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടക്കുമ്പോൾ സത്സംഗം എന്നാണ് പേരാണ്. ഇതിൽ വന്ന ആർക്കെങ്കിലും പോകാൻ തോന്നിയില്ലല്ലോ. അതാണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി നമ്മുടെ പ്രസിഡന്റ്. എൻ്റെ പേര് രാമകുമാർ. ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാനായിട്ട് ഭഗവാന്റെ കാരുണ്യത്താൽ സാധിക്കുന്നു. എല്ലാ ശിവരാത്രിയോടും കൂടി ഇവിടെ 11 ദിവസത്തെ ഉത്സവം നടക്കാറുണ്ട്. അത് വളരെയധികം ഭംഗിയായി നടത്തിത്തരുന്നത് ഭഗവാന്റെ ഒരു കാരുണ്യത്താലാണെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും മറ്റ് എല്ലാം നമ്മുടെ തന്ത്രി വളരെ വിശാലമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ബ്രഹ്മക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഗണപതി ഭഗവാൻ, ദേവിയോടുകൂടിയിരിക്കുന്ന ഗണപതി ഭഗവാൻ ആണ് ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ളത്. ഈ ഗണപതി ഭഗവാന് അപ്പം മൂടലാണ് ഏറ്റവും പ്രധാന വഴിപാട്. ഇപ്പോൾ 2028 ഈ അപ്പം മൂടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഈ ത്രിമൂർത്തികളുടെ ശക്തി കൊണ്ട് നടക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡൻറ്റ് ഗീതാജി സംസാരിക്കും. ഓം നമഃ ശിവായ. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ക്ഷേത്രമാണിത്. കാര്യം ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ്. അതുപോലെ നേരത്തെ നമ്മുടെ തന്ത്രി പറഞ്ഞതുപോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ യാഗം നടത്തിയപ്പോൾ ഇവിടെ മിത്രൻ ആനന്ദിച്ചു. അതുകൊണ്ട് തന്നെയാണ് മിത്രാനന്തപുരം എന്ന പേര് വന്നത്. പിന്നെ മഹാശിവരാത്രി ഉത്സവം എന്ന് പറയുന്നത് 11 ദിവസത്തെ ഉത്സവമാണ്. അതിൽ രുദ്രം തുടങ്ങി രുദ്ര അഭിഷേകമുണ്ട്, അലങ്കാര പൂജ. 11 ദിവസവും ഈ 3 പൂജകളും ഇവിടെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് അവസാനത്തെ ദിവസമായ മഹാശിവരാത്രി ദിനത്തിൽ ആണ് ഹോമം. ഇവിടെ മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ചമകം എല്ലാം, വസുർധാര ഹോമങ്ങൾ അപൂർവമായി മഹാശിവരാത്രി ദിവസത്തിൽ ഇവിടെ മാത്രമാണ് നടക്കുന്നത്. ഈ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ മഹാരുദ്രനാണ് ഇവിടെ കുടികൊള്ളുന്നത്. സർവാഭീഷ്ടപ്രദായനാണ് അദ്ദേഹം. നമുക്കറിയാം ഇവിടെ ഉത്സവം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇവിടുത്തെ ഓരോ സാമ്പത്തിക ഇടപെടലുകളായാലും നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇരുന്നത്. പക്ഷേ ഭഗവാൻ എന്തുകൊണ്ടോ നമുക്ക് അവസാന ദിവസം ആകുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഉപദേശക സമിതി അംഗങ്ങൾക്കെല്ലാം തന്നെ എന്തെല്ലാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. പക്ഷേ എന്നിരുന്നാലും അവസാന ദിവസം ഈ ശിവരാത്രി ദിനത്തിൽ ഭഗവാൻ തന്നെ ഊർജം തന്ന് അദ്ദേഹം തന്നെ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുകയാണ്. വൈദ്യനാഥനായ മഹാവൈദ്യനായ പരമശിവൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഓം നമഃ ശിവായ.